കൊക്കഡാമ ഉണ്ടാക്കുന്നത് എത്ര എളുപ്പമാണെന്ന് നോക്കാം. വയലാ സ്കൂളിലെ NSS യൂണിറ്റ് കൊക്കഡാമ നിർമ്മാണത്തിൽ നമുക്കാവശ്യമായ സാധനങ്ങൾ: കോട്ടൺ തുണി, മേൽമണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, വെള്ളം, പായൽ അല്ലെങ്കിൽ മോസ് പ്ലാന്റ്, ഇൻറ്റീരിയർ പ്ലാന്റ് എടുത്താൽ വാടാതിരിക്കും അകത്ത് വെക്കുന്നത് കൊണ്ട്. നൂല് പച്ചക്കളർ നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കരണ്ടി, കത്രിക. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാം ഒന്ന് പരിചയപ്പെടാം. ചകിരിച്ചോറ്, വെള്ളം, പായൽ ചെടി അല്ലെങ്കിൽ മോസ് പ്ലാന്റ്, ഇൻറ്റീരിയർ പ്ലാന്റ്, ചാണകപ്പൊടി, മേൽമണ്ണ്, പിന്നെ പഴയ കോട്ടൺ തുണി, പച്ചക്കളർ നൂല്, കത്രിക, കരണ്ടി. ആദ്യമായി മേൽമണ്ണ് ഒരു പിടി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ചകിരിച്ചോറും ഒരു പിടി എടുക്കുക. നമ്മൾ എടുക്കുന്നതെല്ലാം തുല്യ അളവിലായിരിക്കണം. ചാണകപ്പൊടിയും മേൽമണ്ണും ചകിരിച്ചോറും സമം ചേർത്ത് നല്ലതുപോലെ കുഴയ്ക്കുക. അതിനുശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് ഒന്നും കൂടി ഉരുട്ടി പരുവപ്പെടുത്തി എടുക്കുക. നല്ല രീതിയിൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ബോൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റിനും കോട്ടൺ തുണി ചുറ്റിയെടുക്കാവുന്നതാണ്. കോട്ടൺ തുണി ചുറ്റിയാൽ ചെടിക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല, ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കോട്ടൺ തുണി ഒട്ടിച്ച് വയ്ക്കുക. ഇനി കോട്ടൺ തുണി അതിലൊട്ടിയിരിക്കാൻ വേണ്ടി നമുക്കത് നൂല് കൊണ്ടൊന്ന് ചുറ്റി ബലപ്പെടുത്താവുന്നതാണ്. പച്ചക്കളർ നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ പുറത്ത് നമ്മുടെ പായൽ ഒട്ടിക്കാം. ഇതിനെ പായൽ പന്തെന്നാണ് പറയുന്നത്. കൊക്കഡാമ എന്ന് പറയും, അതിനോടൊപ്പം തന്നെ പായൽ പന്തെന്നും പറയാറുണ്ട്. ഈ പച്ചക്കളറിലെ പായൽ ഉറപ്പിക്കാൻ നമ്മൾ പച്ചനൂല് തന്നെ യൂസ് ചെയ്യുക. അപ്പോഴും നമുക്ക് നൂല് പുറത്ത് കാണാതിരിക്കും. ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തൊട്ടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏകദേശം നമ്മുടെ കൊക്കഡാമ ശരിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് നൂലൊന്ന് കെട്ടി ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ നൂല് അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ എളുപ്പമാണ് നമുക്ക് കൊക്കഡാമ ഉണ്ടാക്കാനായിട്ട്. ഇത് അകത്ത് വെച്ചിരുന്നാൽ കേടുകൂടാതിരിക്കും. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു.